ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തക്കാളിയും സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബിരിയാണി മീനാണ് കേട്ടോ. ഇത് കേര എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ കേരയുടെ സീസണാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എപ്പോഴും ഇവിടെ കേര എല്ലാ മീൻകാരും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വാങ്ങിയതാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് സമയം പുറത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അത് തിരിച്ചു മറിച്ചും നന്നായിട്ട് വേവിച്ച് എടുത്തിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ബാക്കി നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മസാലകൾ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി കേട്ടോ. ഞാനിപ്പോൾ മീൻ കിട്ടിയായിരുന്ന കൊണ്ട് ഇതിനി കറി വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും പെട്ടെന്ന് പണിയും കഴിയും. എനിക്കാണെങ്കിൽ ഇന്ന് കുറേ ജോലികളുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിശക്കുമ്പോൾ അവരതെടുത്ത് കഴിച്ചോളൂ, എൻ്റെ ജോലി നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ബിരിയാണി തട്ടിക്കൂട്ടി വെച്ചിട്ട് എനിക്ക് എൻ്റെ ജോലികളിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. അപ്പോൾ അതവിടെ ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് സവാളയൊക്കെ. ആ സമയത്ത് ഇപ്പുറത്ത് ചോറിനുള്ള വെള്ളം അതും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ഉരുകി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മുടെ മസാലകൾ പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പേസ്റ്റാക്കിയിട്ട് ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒരു തരിതരിപ്പോട് കൂടി അരച്ചത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ കിടന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേനും പിന്നെ ചോറിന് ഉള്ള അരിയൊക്കെ കഴുകി വെള്ളം പോകാനായിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് തക്കാളി ഒരു 4 സവാളയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. 1 കിലോ മീനിന് 4 സവാളയും 4 തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. തക്കാളി അരച്ചാണ് ചേർത്തത്. ഇനി അതും അവിടെ കിടന്ന് നന്നായിട്ട് വറ്റി മസാല കുറുകി വരട്ടെ. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. ഇപ്പോൾ അതും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി അരി കഴുകി വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കാം. അപ്പോൾ അരിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അത് അവിടെ കിടന്ന് വേവിട്ടെ. അപ്പോൾ ഇത് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഈ ചോറിന് വേവിക്കരുത്, തിളച്ച വെള്ളമല്ലേ. അപ്പോൾ ഒരു മീഡിയത്തിലോ അല്ലെങ്കിൽ സിമ്പിലോ ഇട്ടാൽ മതി. അതിനി വേവായി വരട്ടെ. അപ്പോൾ ഈ ചോറെല്ലാം തിളച്ച് അരിയും വെള്ളം ഒപ്പത്തിനായി ഒരു പാകം വന്നില്ലേ, ആ സമയത്ത് അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സിമ്മിലിട്ടാൽ മതി. അപ്പോൾ ഇനി അത് അവിടെ ഇരുന്ന് ആയിക്കോളും. ആ സമയം കൊണ്ട് ഇപ്പുറത്ത് മസാലയും നന്നായിട്ട് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ കയ്യിലുണ്ടായി, അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായി. മല്ലിയില എന്തോരം ഇട്ടാലും ബിരിയാണിക്ക് അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ തികച്ചൊന്നുമില്ല, ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അത്രയും തന്നെ കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ളു കുരുമുളക് പൊടിയും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി എല്ലാം ഇങ്ങനെ കൈകൊണ്ട് നുള്ളി എടുക്കണ പാകത്തിനാട്ടോ. ഒരുപാടൊന്നും ഇടരുത്. ബിരിയാണിയിലേക്ക് ഒരുപാട് മസാലകളും പൊടികളും ഇട്ടാൽ ഒരു പ്രത്യേക കുത്തായിരിക്കും, ആ ബിരിയാണി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ അതാ ചോറിൻ്റെ വെള്ളം എല്ലാം വറ്റിയ ഒരു പാകമാണ്. ചോറ് ഒരു 3/4 വേവായിട്ടുണ്ട്, എന്നാൽ തീർത്ത് വെന്തിട്ടില്ല. ആ ഒരു പാകത്തിന് വെള്ളം എല്ലാം വറ്റിയിട്ടും ഉണ്ടാവും. ആ സമയത്ത് തീ ഓഫ് ചെയ്തിട്ടേക്കാം. ഇനി മസാലയുടെ കൂട്ട് റെഡി ആയിട്ടില്ലേ, ആ മസാലക്കൂട്ട് ഞാൻ ഈ ചോറിൻ്റെ പകുതി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഈ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ആ താഴ്ഭാഗത്തായിട്ട് ആ മസാല കുറച്ചിട്ട് കൊടുത്തു. ഇനി ഇപ്പുറത്തുനിന്ന് ചോറ് അപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് വീണ്ടും ഈ വശത്തും കുറച്ചുകൂടി മസാല നിരത്തി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചോറ് നിരത്തിയിട്ടിട്ട് നമുക്ക് ബാക്കി ചോറ് വെച്ചേക്കുന്നതിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആ മസാല ഉണ്ടാക്കിയ പാത്രം ഉണ്ടല്ലോ, അതിനകത്തും കുറച്ച് മസാലമയമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി മിക്സ് ചെയ്ത് അതും എടുക്കണ്ട കേട്ടോ. നമുക്ക് ഒട്ടും വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ വീണ്ടും ചോറിട്ടിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മസാലയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് ചോറും കൂടി ഇട്ടിട്ട് വീണ്ടും ബാക്കി ചോറ് മുഴുവനായിട്ട് തന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് മിക്സ് ചെയ്തു.
പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും അതിൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് സിമ്മിലിട്ടിട്ട് ദമ്മാക്കി എടുക്കാനാണ്. അതവിടെ ഇരുന്ന് 15 മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം. അപ്പോഴത്തേനും ഈ മീനിൻ്റെ ഫ്ലേവറെല്ലാം ആ ചോറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നല്ലൊരു ഫിഷ് ബിരിയാണിയുടെ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ടാട്ടോ ഫ്രൈ ചെയ്തത്, ഞാൻ പറയാൻ മറന്നുപോയിട്ടുണ്ട്. പിന്നെ ഈ ചോറിൻ്റെ മുകളിലും കുറച്ച് ഗരം മസാല വിതറി കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ ആ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ചോറും ആ മസാലയും കൂടി ഒന്നങ്ങോട്ട് പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഒരു പാടുമില്ല ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഞാനിത് ഇത്ര ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ എൻ്റെ ജോലികളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട തൈരിൽ സവാളയൊക്കെ അരിഞ്ഞിട്ടത് അത് മോള് വന്ന് കഴിക്കാൻ നേരത്തെ അവർ അരിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചാറ് പപ്പടമൊക്കെ ഇരിപ്പുണ്ടായി. അപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇത് മാത്രമായിട്ട് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളും